ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? അപ്പം നമുക്ക് ഇന്നേ ചൂരമീനില്ലേ, കുടുത, അത് വെട്ടി വൃത്തിയാക്കണത് എങ്ങനെയാണെന്ന് കാണാം അല്ലേ. അപ്പോൾ ഞാൻ രണ്ട് മീൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ മീനുണ്ട്, ഒരു ചെറിയ മീനും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തിയതിന് ശേഷം നമ്മൾ കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡുകളിലുള്ള ചിറകുകളൊക്കെ ഞാൻ ചെത്തിക്കളയുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കത്തി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആ ചിറക്, ചെറിയ ചെറിയ ചിറകുകളുണ്ട് അവിടെ, അതിനിങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്ത് അത് പോകും കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ ഭാഗത്തെയും ചിറക് ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആ ചിറകൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ചകിരിയില്ലേ, അത് വെച്ചിട്ട് ഈ മീനിനെ നല്ല പോലെ തന്നെ ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാത്രം തേച്ചിക്കണ ചകിരി അല്ല കേട്ടോ, ഞാൻ ഈ മീനൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചേക്കണ ചകിരിയാണ് ഇട്ടത്. അപ്പം അത് വെച്ച് നല്ല പോലെ ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ ആ മീനിൽ എല്ലാ അഴുക്കും കൂടി പോരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ ഈ ചകിരി ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ഉള്ളി മുളകൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉരലും ഉണ്ടാവൂലേ, അതിങ്ങനെ കമിഴ്ത്തിയിടുക. എന്നിട്ട് ആ കല്ലിൽ നന്നായിട്ട് ഉരച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് ഉരച്ചെടുക്കുക. അപ്പോൾ മീനിൽ അഴുക്കൊക്കെ ആ കല്ലുമ്മൽ കണ്ട അങ്ങനെ വരും കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് ഞാൻ ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ വീട്ടിലെ ഉമ്മ ഈ മീനൊക്കെ കിട്ടുമ്പോൾ പുറത്ത് കല്ലില്ലേ, അതിൽ കൊണ്ടുപോയിട്ട് ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഉരച്ച് വൃത്തിയാക്കി എടുക്കണത്. അപ്പോൾ നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ കുറച്ച് ചെതമ്പലുണ്ടാകും. അപ്പോൾ അത് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെത്തി കൊടുത്താൽ അതിങ്ങോട്ട് ഉലിഞ്ഞു പോരും കേട്ടോ. അങ്ങനെ ചെതമ്പലും ഒക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനിൻ്റെ ചെകിള വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചങ്ങോട്ട് പോരും കേട്ടോ. അത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി, അതിങ്ങോട്ട് ഉരിപ്പോരും കേട്ടോ. അതുമെന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലൊരു പൂവ് കണ്ട, അത് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെത്തി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ അതിലെ വേസ്റ്റും എല്ലാം പോരും കേട്ടോ. ഇനി നമുക്കതിൻ്റെ വാലും കൂടി ഒന്ന് ചെത്തിക്കളയാം. അങ്ങനെ നമ്മൾ മീനിവിടെ ഒരെണ്ണം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ചെറിയ മീനും കൂടി. അപ്പോൾ അത് ഞാൻ കത്രിക വെച്ചിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കണത്. ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ചകിരി വെച്ചിട്ട് നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ ആ ചെതമ്പൽ ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിങ്ങോട്ട് ഉലിഞ്ഞു പോകും. കണ്ടില്ലേ, ഇതേപോലെ അങ്ങോട്ട് ഉലിച്ച് കളയണം കേട്ടോ.
ഇനി അതിൻ്റെ ചെകിള വലിച്ച് കളയുക. പിന്നെ അതിൻ്റെ ഉള്ളിലെ പൂവിനെ ചെത്തിക്കളയണം. ഇനി വാല് ചെത്തിക്കളയുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ 2 മീനും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കണ്ടേ. അപ്പോൾ വലിയ മീനിൻ്റെ വാല ആദ്യം ഞാൻ ചെത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് ഇതുപോലെ താത്തി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് കത്രിക വെച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ കത്തി വെച്ച് തന്നെ ചെയ്താലേ ഇതിൻ്റെ മാംസം ഇങ്ങനെ പുറത്തേക്ക് തുറച്ച് വരും. അപ്പോൾ കത്രിക വെച്ച് ചെയ്താൽ അങ്ങനത്തെ ഇതുകൾ ഉണ്ടാകില്ല കേട്ടോ. കണ്ട ഇതേപോലെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് തലയും വെട്ടി മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ മുറിച്ച് മാറ്റണത്. അപ്പം ഇതിൻ്റെ ഉള്ളിലും മുട്ടയുണ്ട്, 2 മീനിൻ്റെ ഉള്ളിലും മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഒന്നിങ്ങനെ നടുകെ മുറിച്ചെടുക്കുന്നുണ്ട് 2 പീസാക്കിയിട്ട്. അല്ലെങ്കിൽ വലിയ പീസായിട്ട് വരൂലേ, അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് മാറ്റണത് കേട്ടോ ഞാൻ. ഇപ്പോൾ കത്തി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മൾ വാല് മുറിച്ചെടുത്ത ഭാഗത്തുനിന്ന് 2 ചെറിയ പീസുകൾ മുറിച്ച് മാറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മുട്ടുള്ള കാരണമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിലെ മുട്ട അങ്ങോട്ട് മാറ്റാം കേട്ടോ. അതിലും വേസ്റ്റ് ഉണ്ടായി, ആ വേസ്റ്റൊക്കെ ഞാൻ കളയുന്നുണ്ട്. ഇതിനെ ഞാൻ ഒന്നും കൂടി മുറിച്ച് മാറ്റുന്നുണ്ട്. ഇനി ചെറിയ പീസുകളായിട്ട് എല്ലാം ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ മുള്ളുള്ള ഭാഗം ഉണ്ടല്ലോ മുറിച്ച് മാറ്റിയ, അത് കത്തി വെച്ച് നന്നായിട്ട് ഇങ്ങനെ താത്തി ചെത്തി കൊടുത്തിട്ട് കത്രിക വെച്ചിട്ടാണ് ഞാനത് മുറിച്ചെടുക്കണത് കേട്ടോ. അപ്പം അങ്ങനെ ഞാനായ മീൻ എല്ലാം നല്ലപോലെ തന്നെ ചെറിയ പീസുകളായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ചെറിയ മീനും ഞാൻ വാല് മാറ്റിയിട്ട് തലയും വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും മുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ മീനായതുകൊണ്ട് നടു വെട്ടണമൊന്നുമില്ല, ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുകയാണ്. അപ്പോൾ കത്തി വെച്ച് നല്ലപോലെ ഇങ്ങനെ താത്തി ചെത്തി കൊടുത്തിട്ട് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ചൂരമീൻ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.